ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക. സർ, ഇതിനകത്ത് തെലുങ്കാന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്, കർണാടക ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഹിമാചൽ പ്രദേശ് അത്രയല്ല. സർ, ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഡൽഹിയിൽ പോയി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ഒരു കട്ടിങ് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി മുതൽ DGP മുതൽ ചീഫ് സെക്രട്ടറി മുതൽ 30% ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം. അവരാണ് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിലെല്ലാം നല്ലതായി നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സർ, കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ 15-ാം തീയതി വരെ കഴിഞ്ഞില്ല, 20-ാം തീയതി വരെ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ പുതിയ മുഖ്യമന്ത്രി വന്നുകൊണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. തെലുങ്കാനയിൽ അവിടുത്തെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുള്ള അതുപോലെ സിവിൽ സർവീസിലുള്ള IAS IPS ഓഫീസർമാർക്ക് 8 വർഷം കഴിഞ്ഞിട്ടും റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയിൽ പോയി ഓർഡർ മേടിച്ചു. സാർ, തെലുങ്കാനയിൽ ആശുപത്രി ഡോക്ടറെ പാമ്പ് കടിച്ചതും, എനിക്കൊന്നും പീഡിയാട്രിക് സെക്ഷനായിരുന്നു, ഡോക്ടറെ പാമ്പ് കടിച്ചതും കട്ടിലിൽ നിന്ന് ഒരു രോഗി താഴെ വീണ് മരിച്ചതൊന്നും ഞാൻ പറയുന്നില്ല സാർ. അത് ഞങ്ങൾ UDF അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണല്ലോ. നിങ്ങളുടെ കത്രികയുടെ കണക്കുമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇന്നത് ഞങ്ങളത് പറയുന്നില്ല സാർ. ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഇത് എവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വെച്ച് കേരളമാകെ പ്രചരിപ്പിച്ച ആ പ്രചരണത്തിന്റെ പിന്നാലെ പോയിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ച 3 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്: ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക. സാർ, ഇതിനകത്ത് തെലുങ്കാന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്, കർണാടക ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഹിമാചൽ പ്രദേശ് അത്രയല്ല. സർ, ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഡൽഹിയിൽ പോയി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ഒരു കട്ടിങ് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി മുതൽ DGP മുതൽ ചീഫ് സെക്രട്ടറി മുതൽ 30% ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം. അവരാണ് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിലെല്ലാം നല്ലതായി നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സർ, കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ 15-ാം തീയതി വരെ കഴിഞ്ഞില്ല, 20-ാം തീയതി വരെ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ പുതിയ മുഖ്യമന്ത്രി വന്നുകൊണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. തെലുങ്കാനയിൽ അവിടുത്തെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുള്ള അതുപോലെ സിവിൽ സർവീസിലുള്ള IAS IPS ഓഫീസർമാർക്ക് 8 വർഷം കഴിഞ്ഞിട്ടും റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയിൽ പോയി ഓർഡർ മേടിച്ചു. സാർ, തെലുങ്കാനയിൽ DA കൊടുക്കുന്നില്ല. സാർ, ഇവിടെ എല്ലാം നല്ലതായി നടക്കണം. കാരണം കേരളം എന്റെയും നമ്മുടെയും എല്ലാം സംസ്ഥാനമാണ്. ഈ കേരളത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും എല്ലാം നന്നായി നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ആടിനെ പട്ടിയാക്കി പ്രചരിപ്പിക്കാൻ പറ്റും പ്രതിപക്ഷമാകുമ്പോൾ. ഇവിടെ വിൻസെന്റിനൊന്നും അധികം കാര്യങ്ങളും കൊണ്ട് വർത്തമാനം വരുന്നില്ലല്ലോ. അപ്പുറത്തോട്ട് പോയപ്പോ പറയാൻ പറ്റും സാർ, ഇപ്പുറത്തിരുന്ന് പറയാൻ പറ്റും സാർ. ഈ കേരളത്തിൽ 10 വർഷക്കാലം ഒന്നും നടന്നില്ല എന്ന് ആർക്കാണ് സാർ പറയാൻ പറ്റുക? ഇത് പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിക്കും? ഈ നാട്ടിലെ സാധാരണക്കാർക്ക് 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കിട്ടാതിരുന്ന, ആശുപത്രിയിൽ മരുന്നും ഒരു കാര്യവും കിട്ടാതിരുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തകർച്ച ഉണ്ടായിരുന്ന ഒരു കേരളത്തിൽ, റോഡുകളിൽ യാത്ര ചെയ്യാൻ കഴിയാവുന്ന ഒരു കേരളത്തിൽ നിന്ന് നാഷണൽ ഹൈവേ തെക്ക് മുതൽ വടക്കേറ്റം വരെ, ഇപ്പോ മലയോര ഹൈവേ ഇനി 100 കിലോമീറ്റർ നിർമ്മിക്കാനുണ്ട്. ഇപ്പൊ സാർ, മലയോര ഹൈവേ അങ്ങേറ്റം മുതൽ പോകുന്ന ഇത്ര വേഗത്തിലാണ് എല്ലാ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇനി കുറച്ച് സ്ഥലം കൂടെ പൂർത്തീകരിച്ചാൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാകത്തില്ലേ സാർ? ഇതെല്ലാം പൂർത്തിയാവുന്ന സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. 70,000 കിലോമീറ്റർ അധികമാണ് BMBC റോഡ് പൂർത്തീകരിച്ചത്. സാർ, കേരളത്തിൽ അങ്ങനെ അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടായി. സ്കൂൾ, കോളേജ്, അതൊക്കെ ഏത് ഗവൺമെന്റ് ആയാലും ആ കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ആശുപത്രിയിൽ ഇനി കുറെ കാര്യങ്ങൾ നേരിടാനുണ്ടാവും. പക്ഷേ വലിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളൊന്നും. ഇനിയും ആരോഗ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ജോലിയുള്ളൊരു വകുപ്പ് തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ കഴിഞ്ഞ ദിവസം ആശുപത്രി ഡോക്ടറെ പാമ്പ് കടിച്ചതും, എനിക്കൊന്നും പീഡിയാട്രിക് സെക്ഷനായിരുന്നു, ഡോക്ടറെ പാമ്പ് കടിച്ചതും കട്ടിലിൽ നിന്ന് ഒരു രോഗി താഴെ വീണ് മരിച്ചതൊന്നും ഞാൻ പറയുന്നില്ല സാർ. അത് ഞങ്ങൾ UDF അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണല്ലോ. നിങ്ങളുടെ കത്രികയുടെ കണക്കുമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇന്നത് ഞങ്ങളത് പറയുന്നില്ല സാർ. ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഇത് എവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വെച്ച് കേരളമാകെ പ്രചരിപ്പിച്ച ആ പ്രചരണത്തിന്റെ പിന്നാലെ പോയിട്ട് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് UDF കാണുന്നത് എന്നുള്ളത്.